നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടി പറയുകയാണ്. നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകുന്ന സമയം നമുക്ക് തിരിച്ച് ലഭിക്കുന്നതല്ല കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. നഷ്ടപ്പെട്ടു പോകുന്ന സമയം നമുക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കൽ പോലും തിരിച്ച് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് അതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന സമയം പോലെയാണ് ഒഴുകുന്ന നദീജലവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അല്പം മുമ്പ് കണ്ട നദീജലമാണോ ഇപ്പോൾ കാണുന്നത്? അല്ല. നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങൾ, ഞാൻ പ്രത്യേകം പറയുകയാണ്, നമുക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ. നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമ്മൾ അലസമായി നടന്ന് നമ്മൾ സമയം ചെലവഴിച്ചാൽ, സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നീട് എന്തോ ചെയ്യും, നമുക്ക് കാലാന്തരത്തിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല. നഷ്ടപ്പെട്ടു പോകുന്ന സമയം മാത്രമല്ല, നഷ്ടപ്പെടുന്നത് ഒന്നും പിന്നീട് തിരിച്ചു ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് നഷ്ടപ്പെട്ട ചിലപ്പോൾ തിരിച്ചു കിട്ടിയല്ലോ എന്നൊക്കെ പറയും. അത് റെയർ കേസാണ്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു ലഭിക്കുക എന്താണ് വളരെ പ്രയാസമാണ് കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്ര തന്നെ ധനം ചിലവാക്കിയാൽ പോലും ആ നഷ്ടങ്ങളുടെ ആ കുറവ് നമുക്ക് നികത്താൻ കഴിഞ്ഞു എന്ന് വരില്ല കേട്ടോ. എന്ന് കരുതി നമ്മൾ നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കാൻ പാടില്ല. അത് വേറെ കാര്യം കേട്ടോ. നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കാൻ പാടില്ല, അത് വേറെ കാര്യം. ആ നഷ്ടങ്ങൾ പക്ഷേ നമുക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടങ്ങളെ എന്ത് ചെയ്യുക, ആ നഷ്ടങ്ങൾ തന്നെയാണ്, എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ തളർന്നു പോകാതെ അതിജീവിക്കുക കേട്ടോ. ആ നഷ്ടങ്ങളെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കൽ പോലും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന നല്ല അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി പ്രയോജനപ്പെടുത്തുക. പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിക്കാൻ ലഭിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യരുത്, സ്റ്റുഡൻസ് എന്ത് ചെയ്യരുത്, പാഴാക്കി കളയരുത്. പിന്നീട് കാലാന്തരത്തിൽ എന്ത് ചെയ്യും, ദുഃഖിക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇതിപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ നഷ്ടങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് തിരികെ ലഭിക്കാൻ എന്താണ് പ്രയാസമാണ്. ഒട്ടുമിക്ക കാര്യങ്ങളും തിരിച്ചു ലഭിക്കാൻ എന്താണ് പ്രയാസമാണ്. ചിലപ്പോഴങ്ങാണവേ ഉള്ളൂ, ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നഷ്ടപ്പെട്ടാലും തിരിച്ചു ലഭിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ എന്ത് ചെയ്യുക, നഷ്ടങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുക. നഷ്ടങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ജീവിതത്തെ അതിവിദഗ്ധമായി നേരിടാൻ നിങ്ങൾക്ക് കഴിയണം കേട്ടോ. അതുപോലെ നമുക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പാഴാക്കി കളയരുത്. ജീവിതത്തിൽ ഏറ്റവും വേഗതയേറിയ ഒന്നാണ് സമയം. സമയത്തിൻ്റെ വേഗത വളരെ വലുതാണ് കേട്ടോ. അതുപോലെ സമയത്തിൻ്റെ മൂല്യവും നമുക്ക് നിർണ്ണയിക്കുന്നതിനും അപ്പുറത്താണ്. അതുപോലെ മൂല്യമേറിയതാണ് സമയം. സമയത്തിൻ്റെ മൂല്യം നമുക്ക് വളരെ വലുതാണ്. അതുപോലെ സമയത്തിൻ്റെ വേഗത വളരെ വലുതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യുക, പ്രതിസന്ധികളെയൊക്കെ അതിവിദഗ്ധമായിട്ട് തരണം ചെയ്യാൻ നമുക്ക് കഴിയണം കേട്ടോ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജോലികൾ എന്തൊക്കെയായാലും എന്തായാലും എന്ത് ചെയ്യുക, ജോലി കേട്ടോ കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ പ്രയാസമെന്ന് പറയുന്ന നമ്മളുടെ പല ജോലികളും എന്താണ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു തൊഴിൽ രഹിതൻ്റെ സ്വപ്നങ്ങളാണ് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, ജീവിതത്തിൽ വളരെ സമാധാനത്തോടെ ശാന്തതയോടെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ട ഒന്നാണ് കഠിനാധ്വാനം. കഠിനാധ്വാനമില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ജീവിതം ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കുകയില്ല. ജീവിതം എന്ത് ചെയ്യും, മുങ്ങിത്താഴുകയുള്ളൂ കേട്ടോ. അധ്വാനിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടെങ്കിൽ, അധ്വാനിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, എങ്ങും പരാജയപ്പെടില്ല കേട്ടോ.
നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും കൂടി നമുക്ക് കഴിഞ്ഞാൽ എന്താണ് ജീവിതം വേറെ ലെവലാകുമെന്നാണ് കേട്ടോ.